ഹലോ, ഇന്ന് ഇടണ വീഡിയോ വിഷുക്കട്ടിയാണ്. കുറച്ച് കാലമായിട്ട് ഞാൻ വീഡിയോസുകളൊന്നും ഇടാറില്ല. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ കുത്തരിയാണ്. വിഷുക്കട്ടിക്ക് എല്ലാവരും കുത്തരിയാണല്ലോ എടുക്കുക. കുത്തരി ഒരു നാഴി അരി, അത് നമ്മൾ ഓട്ടുരുളിയിലാണ് ഉണ്ടാക്കാൻ പോണത്. ഓട്ടുരുളി ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് കൂടുതലാണല്ലോ. അതുകൊണ്ട് ഓട്ടുരുളിയിലാണ് നമ്മൾ നന്നായി കഴുകിയെടുക്കട്ടെ. പിന്നെ വിഷുവൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവർക്കും? ഞങ്ങൾക്ക് വിഷു ഉണ്ടായിരുന്നില്ല പ്രാവശ്യം. എൻ്റെ അച്ഛൻ മരിച്ചിരിക്കുകയാണ്, പിന്നെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ മരിച്ചിരിക്കുന്ന കാരണം ഞങ്ങൾക്ക് വിഷു ഉണ്ടായിരുന്നില്ല. ഒരു നാഴി അരിക്ക് ഒരു 1.5 തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. അതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കുകയാണ്. പാലും കുറച്ച് വെള്ളം കൂടിയിട്ടാണ് ഞാൻ വേവിക്കുക. അതിൻ്റെ ഇടയിൽ എൻ്റെ മോൻ വന്നിട്ട് ഒരു വിഷുക്കൈ നട്ടം പോലെ ഒരു തന്നതാണ്. അരി കഴുകി നമ്മൾ അടുപ്പത്ത് വെച്ചു. അടുപ്പമ്മലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് വെള്ളവും കുറച്ച് പാലും ആയിട്ടാണ്, അതായത് 2ാം പാല് എടുത്തിട്ട് അതിൻ്റെ പാലും കൂട്ടിയിട്ടാണ് നമ്മൾ വേവിക്കാൻ വെച്ചത്. ഏകദേശം തിളച്ച് വന്നപ്പോൾ കുറച്ചും കൂടി പാല് ഒഴിച്ചു ഞാൻ. തമ്പാലെന്ന് പറയും. തമ്പാലെന്ന് മുഴുവനായിട്ട് പറയാൻ പറ്റില്ല. കുറച്ച് പാല് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ, ബാക്കി പാല് ഞാൻ അവിടെ വെച്ചിരിക്കുകയാണ്. ഒന്നും കൂടി വെവ് റെഡിയായിട്ട് നമ്മൾ ബാക്കിയുള്ളത് ഒഴിച്ചു. ജീരകവും ചുവന്നുള്ളിയും കൂടി ഇട്ടിട്ട് നമ്മൾ ഇനി അധികം നേരം വേണ്ട. അപ്പോൾ ഏകദേശം റെഡിയായി. വിഷുക്കട്ടയുടെ വെള്ളമൊക്കെ വലിഞ്ഞു. ഇനി നമ്മൾ ഇലയിൽ കുറച്ച് പാലും ജീരകവും ഉള്ളിയൊക്കെ കൂടി അരിഞ്ഞതിൻ്റെ ഒഴിച്ചതിൻ്റെ ഒരു തുള്ളി ബാക്കി എടുത്തിട്ടാണ് ഞാൻ ഇലയിലൊന്ന് പരട്ടണത്. ഇലയിലാക്കിയിട്ട് നമ്മൾ കൊടുന്ന് ഇലയിൽ പരത്തുക. ഇവിടെ കിണ്ണത്തിലൊക്കെ പരത്താറുണ്ട്. ഞാൻ പിന്നെ വാഴയിലയിൽ പരത്തി. അതിനൊരു സ്മെല്ല്, നല്ല ടേസ്റ്റൊക്കെ കൂടുതലല്ലേ, അതുകൊണ്ട് വാഴയിലയിൽ പരത്തി. അപ്പോൾ അങ്ങനെ എൻ്റെ രീതിയിലുള്ള വിഷുക്കട്ട റെഡിയായി. നിങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് കമൻറ്റ് ഇട്ടോളൂ. ഇതിൽ വല്ല തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഇനി വിഷുക്കട്ട കുറച്ച് നേരം തണുക്കാൻ വെച്ചിട്ട് നമ്മൾ മുറിച്ച് കഷ്ണങ്ങളാക്കണം.